എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചെറിയ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള ഒരു ഫ്ലവർ വേസും പിന്നെ ചൂല് കൊണ്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനായി നമുക്ക് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലും അതുപോലെ 250 ml ഒരു ബോട്ടിലും വേണം. ഈ കുഞ്ഞു ബോട്ടിൽ നമുക്ക് നടുവേ മുറിച്ചിട്ട് എടുക്കണം ഇതേപോലെ. ഇനി ഈ വലിയ ബോട്ടിലിൻ്റെ 2 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് സെൻറ്റർ പോർഷനാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ കുഞ്ഞു ബോട്ടിൽ ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് പേപ്പർ കട്ടിങ്സ് വേണം. അതിനായിട്ട് പേപ്പർ എടുത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കുഞ്ഞു പേപ്പർ കഷ്ണങ്ങൾ നമുക്ക് ഇതേപോലെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ പശ എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ പേപ്പർ ഒട്ടിച്ചെടുക്കാം. പേപ്പറിന് മുകളിൽ കൂടെയൊക്കെ നന്നായിട്ട് പശ തേച്ച് കൊടുക്കണം. ഞാൻ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് പേപ്പറും കൊണ്ട്. ഇനി നമുക്ക് ബോട്ടിൻ്റെ അടിയിലും ഇതേപോലെ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കാം. താഴെ ഭാഗത്ത് 2 ലെയറായിട്ടാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലായിടത്തും പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു. ലെങ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ബോട്ടിൽ മൊത്തമായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യണം. അതിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ 2ആയിട്ട് കീറുന്നുണ്ട്. കാരണം അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ്. നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പശ തേച്ചിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്യണേ. അപ്പോൾ ടിഷ്യൂ പേപ്പറിന് മുകളിൽ കൂടിയും പശ തേച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ എടുത്ത് വെക്കണം. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ബോട്ടിലിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് ഒരു 3-4 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലത്തെ ഉള്ള 10 ടിഷ്യൂ പേപ്പർ കട്ടിങ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കണം. അതിനായിട്ട് കയ്യിൽ പശയോ കുറച്ച് വെള്ളമോ കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള 10 ടിഷ്യൂ പേപ്പറിൻ്റെ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറും കൊണ്ടുള്ള കുഞ്ഞു ബോൾസ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു കുഞ്ഞു കഷ്ണം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പശ ഉപയോഗിച്ച് ഇതേപോലെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പറും കൊണ്ട് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ടിഷ്യൂ പേപ്പറും കൊണ്ടുള്ള ത്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഫെവിക്കോളിൻ്റെ ഗമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ ഫെവിക്കോൾ തേച്ചിട്ട് നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് ഈ കുഞ്ഞു കഷ്ണങ്ങൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഒരു മരക്കമ്പിൻ്റെ ഷേപ്പിലാണ് എനിക്കിത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ നമ്മുടെ ഈ മരക്കമ്പ് എങ്ങനെ ഇരിക്കുമോ അതേപോലെ സൈഡിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ വേസിൻ്റെ ഫ്രണ്ടിൽ മാത്രമായിട്ടത് ഞാൻ കവർ ചെയ്യണുള്ളൂ. എല്ലാ സൈഡിലും ഒട്ടിച്ചെടുക്കണില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ളത് ഇട കലർത്തിയിട്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോൾസ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഓരോരോ കമ്പിൻ്റെ സൈഡിൽ പശ തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ ബോൾസും എടുത്ത് ഇതേപോലെ വെക്കാം. കത്രിക എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വെച്ചാൽ മതി. കത്രികേൻ്റെ അറ്റത്ത് കുറച്ച് പശ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പോസ്റ്റർ കളറാണ് എടുത്തിരിക്കുന്നത്. വയലറ്റ് കളറുള്ള പോസ്റ്റർ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റ് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചെടികൾക്കും പൂക്കൾക്കും കളർ കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പച്ച അക്രിലിക്കിൻ്റെ കളറും പിന്നെ അതേപോലെ യെല്ലോ അക്രിലിക്കിൻ്റെ കളറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ത്രെഡിൽ കൂടെ പച്ച കളർ അടിച്ചു കൊടുക്കാം.
ത്രെഡിൽ മാത്രം അടിച്ചാൽ മതി. ബോൾസിൽ നമുക്ക് യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ എല്ലാ ത്രെഡിലും അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ യെല്ലോ അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോൾസിൽ കളർ ചെയ്യുന്നുണ്ട്. കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ, അധികം ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ ബോൾസിനും യെല്ലോ കളർ കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവർ വേസിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈർക്കിലി എടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നീട്ടത്തിലുള്ള 54 ഈർക്കിലികളാണ് എടുത്തിരിക്കുന്നത്. ഞാനത് യൂസൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ 3 പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ആദ്യത്തേത് ഞാൻ 48 സെൻറ്റിമീറ്റർ വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തത് 48 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ബാക്കി വന്ന കുറച്ച് പീസുകളാണ്. ഇനി നമുക്ക് ഈർക്കിലിൻ്റെ ആദ്യത്തെ ഭാഗം, അതായത് ഏറ്റവും ചുവടത്തെ ഭാഗം, നമുക്ക് റെഡ് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാട്ടോ കളർ ചെയ്തത്. അപ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് കളർ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് കളർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കളർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് വേണം കളർ ചെയ്യാൻ. കാരണം മുകൾ ഭാഗം മാത്രം കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗമൊന്നും കളർ എത്തില്ല. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡിലൊക്കെ നന്നായിട്ട് കളർ ചെയ്തിട്ട് എടുക്കാം. ഇനി കളർ ചെയ്തതിന് ശേഷം നമുക്കിത് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഈർക്കിലിയുടെ സെൻറ്റർ പീസ് എടുത്തിട്ട് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. ഇനി അവസാനത്തെ കുഞ്ഞു പീസുകൾ നമുക്ക് യെല്ലോ കളർ കൊടുക്കുക. യെല്ലോ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈർക്കിലൊക്കെ തെർമോക്കോളിൻ്റെ ബോൾസ് ഇടണം. അതിനായിട്ട് ഞാൻ മിക്സ്ഡ് കളർ ബോൾസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് റെഡ് ഈർക്കിലിൽ വൈറ്റ് ബോൾ ഇടാം. വൈറ്റ് ബോൾ ഇടുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് കളർ ആകുമ്പോൾ പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടും. അതുപോലെ ഇതിൻ്റെ പാക്കിന് ഒരു 10 രൂപ വിലയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് ഈർക്കിലേക്ക് ബ്ലൂ ബോൾസ് ഇടാം. കനം കുറഞ്ഞ ഈർക്കിലിയൊക്കെ ഉണ്ടാകുമ്പോൾ ബോൾസ് സെൻറ്റർ ഭാഗത്തേക്കും കൂടെ 2 ബോൾസൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കനം കൂടി ഈർക്കിലിയാണെങ്കിൽ ബോൾസ് മേൽഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു 5-6 ഈർക്കിലിക്ക് എന്തായാലും ബോൾസ് നമ്മൾ താഴേക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഭംഗി കിട്ടുള്ളേ. ഇനി നമുക്ക് ചെറിയ യെല്ലോയ്ക്ക് ഇടണം. യെല്ലോയ്ക്ക് ഞാൻ ഗ്രീൻ ബോൾസാണ് ഇട്ടേക്കുന്നത്. യെല്ലോയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇടാൻ, കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഇനി തുമ്പ് തീരെ കട്ടി കുറവാണെങ്കിൽ നമുക്ക് അടിവശം ഉപയോഗിച്ചിട്ട് ബോൾസ് ഇട്ടിട്ട് ബോൾസ് മേലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എല്ലാ ബോൾസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. റെഡിന് ഞാൻ വൈറ്റും, വൈറ്റിന് ഞാൻ ബ്ലൂവും, യെല്ലോയ്ക്ക് ഞാൻ ഗ്രീനും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഫ്ലവർ വേസിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം റെഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വൈറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് ഞാൻ യെല്ലോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.